സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ടൈലറിങ് അറിയാവുന്നവർക്കും സ്റ്റിച്ചിങ്ങിന് താല്പര്യമുള്ളവർക്കും നോ ഇൻവെസ്റ്റ്മെൻറ്റിൽ എങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് കുറച്ചൊരു സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എല്ലാവർക്കും കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് എന്തായാലും ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ എങ്ങനെയാണ് ബിസിനസ് തുടങ്ങുക? അതും പ്രത്യേകിച്ച് ക്ലോത്തിങ് ബിസിനസ് ആകുമ്പോഴും നമ്മൾ അതിനായിട്ട് പൈസ മുടക്കേണ്ടതുണ്ട്. ബിസിനസ്സിൻ്റെ കാര്യങ്ങൾക്കായിട്ട് ഒത്തിരി സാധനങ്ങളൊക്കെ മേടിക്കേണ്ടത്. ഇതൊന്നും തന്നെ ഇല്ലാതെ എങ്ങനെയാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. എന്നാൽ ഞാൻ ഇതിനെക്കുറിച്ച് ചെറിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമില്ലാതെ നമുക്ക് ചെറുതായിട്ട് നമ്മുടെ ടൈലറിങ് ടാലൻറ്റ് മാത്രം ഉപയോഗിച്ച് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ 2 ബിസിനസ് ഐഡിയാസിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, കസ്റ്റമൈസ്ഡ് ഡിസൈനിങ് ചെയ്തിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാം. അതല്ലാതെ അതിന് നമുക്ക് ടൈലറിങ് ടാലൻറ്റ് ആവശ്യമാണ്. ടൈലറിങ് അറിയാവുന്നവർക്ക്, സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് കുറച്ച് ഐഡിയാസ് ഉള്ളവർക്ക് മാത്രമേ കസ്റ്റമൈസ്ഡ് ഡിസൈൻ ചെയ്ത് നമുക്ക് ഓൺലൈൻ സെയിൽ ചെയ്തിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡ് തിങ് പറയുന്നത് റീസെല്ലിംഗ് ആണ്. റീസെല്ലിങ്ങിന് നമുക്ക് പ്രത്യേകിച്ച് ടൈലറിങ്ങിൻ്റെ ടാലൻ്റ് ഒന്നും വേണ്ട. നമുക്ക് ആ പ്രോഡക്റ്റ് എടുത്ത് നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഓൺലൈൻ വഴി സെയിൽ ചെയ്യാവുന്ന ഒരു ഐഡിയയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ നോ ഇൻവെസ്റ്റ്മെൻറ്റ് ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത് ഞാൻ മെയിനായിട്ട് പറയുന്നത് നമുക്ക് ഓൺലൈനിൽ എങ്ങനെ ബിസിനസ് ചെയ്യാമെന്നുള്ളതാണ്. നോ ഇൻവെസ്റ്റ്മെൻറ്റ് ബിസിനസ് ഐഡിയാസ് ഫോർ ഓൺലൈൻ ബിസിനസ് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ 2 ടൈപ്സ് ഓഫ് ഓൺലൈൻ ബിസിനസ് നോ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിൽ 2 ഏതൊക്കെയെന്നാണ് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, യാതൊരു ടൈലറിങ് ടാലൻറ്റോ അല്ലെങ്കിൽ ക്ലോത്തിനെ കുറിച്ച് ഐഡിയാസോ ഒരുപാട് ക്ലോത്തിങ്ങിനെ കുറിച്ച് അറിയേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ്സാണ് റീസെല്ലിംഗ് എന്ന് പറയുന്നത്. റീസെല്ലിംഗ് നമുക്ക് എങ്ങനെ റീസെല്ലിംഗ് ബിസിനസ് എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റീസെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പേര് കൊണ്ട് തന്നെ മനസ്സിലാവും. നമുക്ക് ഒത്തിരി സാധനങ്ങൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് എടുത്തിട്ട് നമുക്ക് സെയിൽ ചെയ്യാം. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണെങ്കിൽ അങ്ങനെ ആവശ്യമില്ല. നമുക്ക് റിക്വയർമെൻറ്റ് മാത്രം, നമുക്ക് കസ്റ്റമറുടെ അടുത്ത് നിന്നുള്ള റിക്വയർമെൻറ്റ് മാത്രം നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഓർഡർ ചെയ്തിട്ട് അത് അവർക്ക് വാങ്ങിച്ച് കൊടുക്കാൻ സാധിക്കും. ഈ ഒരു റീസെല്ലിങ്ങിന് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമില്ല. ഇപ്പം നമുക്കിപ്പോൾ ഒത്തിരി ഹോൾസെയിലേഴ്സിൻ്റെ നമ്പർ കിട്ടും നമ്മുടെ ഇന്ത്യ മാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കുർത്തി മാനുഫാക്ചർ ആയാലും ഡ്രസ്സ് മാനുഫാക്ചറേഴ്സ് ആയാലും നമ്മൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് അവർ പറയും, ചില ഹോൾസെയിലേഴ്സ് പറയും മിനിമം 10 പീസ് എടുക്കണം, മിനിമം 20 പീസ് എടുക്കണം, അല്ലെങ്കിൽ മോർ ദാൻ 100 പീസസ് എടുക്കണം എന്ന് പറയും. അങ്ങനെയല്ലാതെ 1 പീസ് ഡെലിവറി ചെയ്ത് തരുന്ന ഹോൾസെയിലേഴ്സ് നമുക്കുണ്ട്. നമുക്കത് റേറ്റിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അവർ നമുക്ക് ഡെയിലി അപ്ഡേറ്റ്സ് വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മളെ ജോയിൻ ചെയ്യിപ്പിക്കുകയും അതിലൂടെ നമുക്ക് ഒത്തിരി ഡിസൈൻസൊക്കെ അയച്ചു തരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഓൺലൈനിൽ നമ്മുടെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതേപോലുള്ള റീസെല്ലിംഗ് ഐറ്റംസ് മുഴുവൻ നമ്മുടെ പേജിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു പേജ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം വഴി ഇങ്ങനെയുള്ള പിക്ചേഴ്സ് ഷെയർ ചെയ്യാം. പിന്നെ നമുക്ക് നമ്മുടെ പരിചയത്തിലുള്ള ആൾക്കാരെ വെച്ചിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലുള്ള പിക്ചേഴ്സ് അതിൽ ഷെയർ ചെയ്യാൻ പറ്റും. ഷെയർ ചെയ്തിട്ട് ആർക്കാണോ ആ ഒരു ഡ്രസ്സ് ആവശ്യമുള്ളത് ആ സമയത്ത് നമുക്ക് ഒരു കുർത്ത സെറ്റ് നമുക്കൊരു 1000 രൂപയ്ക്കാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ അധികം ലാഭം എടുക്കാതെ 1100 ഒരു 1050 റുപ്പീസ് വെച്ചിട്ട് നമുക്ക് വേറെ നമ്മുടെ താരാണ് ആവശ്യപ്പെട്ടത് അവർക്കത് വാങ്ങിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതിൽ ലാഭം എന്ന് പറയുന്നത് 100 റുപ്പീസൊക്കെ ആയിരിക്കും. അതേപോലെ നമുക്ക് ഓൺലൈൻ വഴി അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം വഴി നമുക്കൊരു 100 ആൾക്കാർ നമ്മൾ ഈ ഒരു റീസെല്ലിംഗ് പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ ലാഭം ഇൻക്രീസ് ആവുന്നതാണ്. അപ്പോൾ ഇതൊരു നല്ലൊരു ബിസിനസ് ഐഡിയ ആണ്. കാരണം റീസെല്ലിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു സ്ഥലത്ത് നിന്ന്, ഒരു ഹോൾസെയിലറിൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊരു നല്ലൊരു ബിസിനസ് ഐഡിയ ആണ്. നമുക്കതിൽ നിന്ന് ഒരു ചെറിയ ലാഭം എടുത്തിട്ട് വിൽക്കുകയാണെങ്കിൽ ഒത്തിരി കസ്റ്റമേഴ്സിലേക്ക് അത് എത്തിക്കുകയാണെങ്കിൽ നമുക്ക് മാസം നല്ലൊരു വരുമാനം അതിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കും. ഇതാണ് ഫസ്റ്റത്തെ ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത്, റീസെല്ലിംഗ്. ഹോൾസെയിലേഴ്സിൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ നമ്മുടെ കസ്റ്റമറിലേക്ക് പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ് റീസെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റീസെല്ലിങ്ങിലൂടെ നമുക്ക് ചിലപ്പോൾ പറയും റീസെല്ലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് സെറ്റാണ്. ആക്ച്വലി നമ്മൾ എത്ര രൂപയ്ക്ക് നമുക്കൊരു ഡ്രസ്സ് കണ്ടെങ്കിൽ നമുക്കതിനൊരു വർത്ത് ഉണ്ടാവും. ഈ ഡ്രസ്സ് ഞാൻ ഇത്ര രൂപ കൊടുത്ത് മേടിക്കാം, ആ ഒരു റേറ്റ് ആയിരിക്കണം നമ്മൾ കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മൾ കാണുന്ന പിക്ചേഴ്സ് ചിലപ്പോൾ നമ്മൾ ഒത്തിരി പൈസ ഇട്ടിട്ട് നമ്മളത് റീസെല്ലിങ്ങിന് വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആരും മേടിക്കാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റാണ് നമുക്ക് ആ ഒരു ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ അതിന് എത്ര രൂപ കൊടുത്ത് അത് വാങ്ങിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ഒരു റേറ്റ് ഇട്ടിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് റീസെല്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് നല്ലൊരു ലാഭം ഉണ്ടാക്കാം. അപ്പോൾ ഫസ്റ്റ് ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത് റീസെല്ലിംഗ് ആണ്. ഹോൾസെയിലേഴ്സിൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് ഡയറക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഫസ്റ്റ് ബിസിനസ് ഐഡിയ. നോ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പിക്ചർ നമ്മൾ ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പേജിൽ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ അടുത്തൊരു ടൈം പറയണം. വൺ വീക്ക് ടൈം, അല്ലെങ്കിൽ ഈ ഹോൾസെയിലേഴ്സ് എത്ര സമയം കൊണ്ടാണ് നമുക്ക് അയച്ചു തരിക, ആ സമയത്തിൽ 1-2 ദിവസം കൂട്ടിയിട്ട് നമ്മൾ പറയണം 10 ഡേയ്സിനുള്ളിൽ ഡെലിവറി ചെയ്യുന്നു പറഞ്ഞിട്ട് നമ്മൾ അവരുടെ അടുത്ത് നേരത്തെ തന്നെ പൈസ മേടിക്കുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ പൈസ ഒന്നും തന്നെ മുടക്കുന്നില്ല. നമ്മുടെ കസ്റ്റമർ നമുക്ക് ഇപ്പോൾ ഒരു കുർത്ത സെറ്റിന് 1000 രൂപയാണെങ്കിൽ നമ്മൾ 1100-ന് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് 1100 കംപ്ലീറ്റ്ലി നമുക്ക് അയച്ചു തരണം. എന്നിട്ട് കുർത്തയ്ക്ക് വേണ്ട പൈസ 1000 രൂപ നമ്മൾ റീസെല്ലർക്ക് കൊടുക്കുന്നു. അപ്പോൾ റീസെല്ലർക്ക് കൊടുക്കേണ്ട പൈസയും ഓക്കെ, നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കേണ്ട പൈസ ഓക്കെ. ഇതിൽ നമ്മുടെ ലാഭം എന്ന് പറയുന്നത് 100 റുപ്പീസാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യാതെ ഇവരുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് നമ്മൾ ഹോൾസെയിലേഴ്സിന് കൊടുത്തിട്ട് ആ ഹോൾസെയിലേഴ്സിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ വീണ്ടും കസ്റ്റമർക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇതിൽ ചെയ്തിട്ടില്ല. അവരുടെ പൈസ ഇവരിലേക്ക് എത്തിച്ച് നമ്മുടെ ലാഭം നമ്മൾ എടുക്കുകയും ചെയ്തു. ഇവിടെ നമുക്ക് ഒരു പൈസയും നമ്മൾ മുടക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൽ വന്നിട്ട് നമ്മുടെ ലാഭം എന്ന് പറയുന്നത് ഈ 100 റുപ്പീസാണ്. അപ്പോൾ ഇങ്ങനെ ബിസിനസ് ചെയ്യുന്നതിന് നമുക്ക് ഒരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമില്ല. എത്ര പ്രോഡക്റ്റാണോ ഇങ്ങനെ സെയിൽ ചെയ്യുന്നത്, നമ്മൾ കസ്റ്റമറിൽ നിന്ന് ഇത്ര ദിവസം മുമ്പേ തന്നെ പൈസ മേടിച്ച് അത് ഹോൾസെയിലേഴ്സിൽ നിന്ന് വാങ്ങിച്ച് അവരുടെ കയ്യിലേക്ക് എത്തിക്കുന്നു. ഇതിന് നോ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ ബിസിനസ് ഐഡിയയ്ക്ക്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് സൂപ്പറായിട്ടുള്ള ബിസിനസ് ഐഡിയ. നമുക്ക് പ്രത്യേകിച്ച് ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഒരു ഡ്രസ്സ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ആ പ്രശ്നം ഈ പ്രശ്നം. റെഡിമെയ്ഡ് ആകുമ്പോൾ നമ്മൾ ഹോൾസെയിലേഴ്സിൻ്റെ നിന്ന് വാങ്ങിച്ച് കസ്റ്റമർക്ക് ഡയറക്റ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബിസിനസ് ഐഡിയ, റീസെൽ. രണ്ടാമത്തെ നോൺ ഇൻവെസ്റ്റ്മെൻറ്റ് ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ റീസെല്ലിംഗ് ഫസ്റ്റ് പറഞ്ഞു. രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മൾ കസ്റ്റമൈസ്ഡ് ഡിസൈൻ ചെയ്തിട്ട് കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ബിസിനസ് ഐഡിയ. ഇതിന് നോൺ ഇൻവെസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ ഇത് നോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാൻ കാരണം നമ്മൾ എല്ലാ ഓർഡേഴ്സും നമുക്ക് കിട്ടുന്ന എല്ലാ ഓർഡേഴ്സും പ്രീ ബുക്കിംഗ് ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു ഡ്രസ്സ് നമ്മൾ ചെയ്തിട്ട് അതിൻ്റെ പോസ്റ്റ് നമ്മൾ ഓൺലൈൻ വഴി ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് വഴി ഇടുകയാണെങ്കിൽ നമ്മൾ അതിലേക്ക് പറയണം ഇത് 15 ഡേയ്സ് കൊണ്ട് ഡിസ്പാച്ച് ചെയ്യും, പ്രീ ബുക്കിംഗ് ആണെന്ന് പറയണം. അപ്പോൾ പ്രീ ബുക്കിംഗ് എന്ന് പറഞ്ഞതിന് ശേഷം അവരിപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ ചെയ്ത ഒരു പ്രോഡക്റ്റിന് 1500 റുപ്പീസിന് കസ്റ്റമർ വാങ്ങിക്കുകയാണെങ്കിൽ ആ 1500 റുപ്പീസ് കംപ്ലീറ്റ് ആയി 100% ആയി നമ്മൾ ഫസ്റ്റ് തന്നെ വാങ്ങിക്കും. ഫസ്റ്റ് വാങ്ങിച്ചിട്ട് 15 ഡേയ്സിനുള്ളിലാണ് അവർക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ പൈസ കൊണ്ട് തന്നെ നമ്മൾ മെറ്റീരിയൽ വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്ത് ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കും. നമ്മുടെ ലാഭവും അതിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ അയച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ ഇതിലൊന്നും തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഇവരുടെ പൈസ വാങ്ങിച്ചിട്ടാണ് നമ്മൾ ക്ലോത്ത് ഫസ്റ്റ് ഓർഡർ കിട്ടിയതിന് ശേഷം മാത്രമാണ് ക്ലോത്ത് മേടിക്കാൻ പോകുന്നത്. നമുക്ക് ഇവരുടെ പേയ്മെൻറ്റ് കിട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ക്ലോത്ത് മേടിക്കാൻ പോകുന്നതും സാധനങ്ങൾ മേടിക്കുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും അയക്കുന്നതും. അപ്പോൾ ഇവരുടെ മണി എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ഇവർ ഫസ്റ്റ് അഡ്വാൻസ് ആയിട്ട് തന്നുകൊണ്ട് ആ മണി നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ ഈ ഒരു ബിസിനസ് വേണ്ടി നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നില്ല. ഇവരുടെ പൈസ കൊണ്ട് ക്ലോത്ത് മേടിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇതിന് നമുക്ക് പ്രത്യേകിച്ച് യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല. അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നു, പ്രീ ബുക്കിംഗ് ആയിട്ട് മേടിക്കുന്നു, നമ്മൾ ഡിസൈൻ ചെയ്യുന്നു, അവർക്ക് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു ബിസിനസ് ഐഡിയ ഇങ്ങനെയാണ്. ഈ കസ്റ്റമൈസ്ഡ് ബിസിനസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ല നല്ല പിക്ചേഴ്സൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഡ്രസ്സിൻ്റെ തന്നെ പിക്ചേഴ്സ് നമ്മൾ ഇതേപോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് വഴി അപ്ലോഡ് ചെയ്തിട്ട് ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ സെയിലിന് വേണ്ടി വെക്കുന്നു. അപ്പോൾ ഈ സെയിലിന് വേണ്ടി വെക്കുന്നവരടുത്ത് അവർ ചോദിക്കും ഇത് എത്ര ദിവസം കൊണ്ട് നിങ്ങൾ ചെയ്തു തരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പൈസ കിട്ടിയതിന് ശേഷം എത്ര ദിവസം കൊണ്ടാണോ അത് ചെയ്ത് കൊടുക്കാൻ പറ്റുക. ചിലർ 1 വീക്കിൽ ചെയ്യുന്നവരുണ്ട്, 5 ഡേയ്സിൽ ചെയ്യുന്നുണ്ടാവും, 15 ഡേയ്സിൽ ചെയ്യുന്നുണ്ടാവും. കുറച്ച് റേറ്റൊക്കെ കമ്മിയായി കൊടുക്കുന്നവർ 30 ഡേയ്സൊക്കെ എടുക്കാറുണ്ട് പ്രീ ബുക്കിംഗ്. അപ്പോൾ അതേപോലെ അവർ ഇത്ര രൂപയാണ് പ്ലസ് കൊറിയർ ചാർജ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത്ര രൂപ നമുക്ക് ഫസ്റ്റ് തന്നെ അയച്ചു തരുന്നു. അയച്ചു തന്നതിന് ശേഷം നമ്മൾ ഈ ഒരു ഡ്രസ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു പറഞ്ഞ ആ സമയത്തിനുള്ളിൽ നമുക്ക് അവർക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും തന്നെ ഇല്ല. അവരുടെ പൈസ വാങ്ങി നമ്മൾ ചെയ്യുന്നു, നമ്മൾ അയച്ചു കൊടുക്കുന്നു. ഇങ്ങനെ നമുക്കൊരു മന്ത്ലി ഒരു 30-40 കസ്റ്റമേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഈ ഒരു ബിസിനസ് റൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒത്തിരി ഓൺലൈൻ ബൊട്ടിക്സ് ഇങ്ങനെയാണ് ചെയ്തു വരുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ആവശ്യമില്ല. പക്ഷേ ഇതിനൊരു മെയിൻ കാരണം ഞാൻ പറയുന്നുണ്ട്, നമുക്ക് ടൈലറിങ് അറിയാവുന്നവർക്കും മെഷീൻ കാര്യങ്ങളൊക്കെ ഉള്ളവർക്കുള്ള ഒരു ബിസിനസ് ഐഡിയ ആണ് ഇത്. ഫസ്റ്റ് പറഞ്ഞ റീസെല്ലിങ്ങിന് അതൊന്നും ആവശ്യമില്ല. പക്ഷേ ഇത് ടൈലറിങ് അറിയാവുന്നവർക്ക് നമുക്ക് എന്തായാലും മെഷീൻ വീട്ടിൽ തന്നെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും തന്നെ കൂടാതെ നമുക്കിത് സൂപ്പറായിട്ട് ഒരു ബിസിനസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ബിസിനസ് ഐഡിയ. അപ്പോൾ ഈ 2 ബിസിനസ് ഐഡിയ നോൺ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനിയും ഇതേപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഞാൻ വീണ്ടും ഇതേപോലത്തെ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.